മക്കളെ, ഓൾ ഇന്ത്യയിൽ വെറ്റിനറി കൗൺസിലിങ്ങിൻ്റെ, അതായത് എല്ലാ സംസ്ഥാനങ്ങളിലെയും വെറ്റിനറി കോളേജുകളിലെ 15% സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ 15% സീറ്റിൻ്റെ അലോട്ട്മെൻറ്റ് നടത്തുന്നത് വെറ്റിനറി കൗൺസിലാണ്. അങ്ങനെ ഓൾ ഇന്ത്യയിലുള്ള വെറ്റിനറി കൗൺസിലിങ്ങിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 2025-26 അക്കാഡമിക് ഇയറിൻ്റെ കൗൺസിലിംഗാണ്. അപ്പോൾ അതിൻ്റെ സൈറ്റ് vci.admission.nic. എന്നുള്ള സൈറ്റിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി ഡിഗ്രി പ്രോഗ്രാമാണ്. 15% സീറ്റിനാണ്. അപ്പോൾ ആ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഓർമ്മിപ്പിക്കുന്നത്. ഇനി ആ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ നോക്കുക. വെറ്റിനറി കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 5.5 ഇയർ ആണ്. 5.5 വർഷമാണ്, ഇൻക്ലൂഡിങ് ദ കമ്പൽസറി ഇൻറ്റേൺഷിപ്പ് ഓഫ് 1 ഇയർ. അതായത് 4.5 വർഷത്തെ അക്കാഡമിക് പ്രോഗ്രാമും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പുമാണ്. ഏകദേശം ഓൾ ഇന്ത്യ തലത്തിൽ 779 സീറ്റാണ് ഓൾ ഇന്ത്യയിലുള്ളത്. ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ട മിനിമം എലിജിബിലിറ്റി എന്ന് പറയുന്നത് 17 വയസ്സാണ്. ഓക്കെ, അതായത് ഡിസംബർ 31, 2025 17 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവണം. ഇനി നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് നീറ്റ് UG 2025 ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ ഹയർ സെക്കൻഡറിയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി പഠിച്ചിട്ടുണ്ടാവണം. ഇംഗ്ലീഷ് ഒരു കോർ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അഡീഷണലിയും പഠിച്ചിട്ടുണ്ടാവണം. ഈ 4 സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി വിത്ത് ഇംഗ്ലീഷ്, ഈ 4 കോർ സബ്ജക്റ്റും ഉണ്ടാവണം. ഇനി കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദ കാൻഡിഡേറ്റ്സ് ഹു ആർ അലോട്ടഡ് സീറ്റ് ഇൻ കൗൺസിലിംഗ് ഷാൽ ഹൗ ടു റിപ്പോർട്ട് ദ റെസ്പെക്റ്റീവ് കോളേജ്. നിങ്ങൾക്ക് ഒരു സീറ്റ് അലോട്ടായാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ കോളേജിൽ ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് അപ്ഗ്രഡേഷൻ ഉണ്ടെങ്കിൽ, അതായത് റീ ചോയ്സ് ഫില്ലിംഗ്, ഫസ്റ്റ് സീറ്റ് കിട്ടി അതെടുത്ത് നിങ്ങൾക്ക് അടുത്ത റൗണ്ടിൽ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ ഫിസിക്കലി റിപ്പോർട്ട് ചെയ്തതിന് ശേഷമേ റൗണ്ട് 2ലേക്ക് നിങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അനുവദിക്കൂ. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇൻ കേസ് ദ കാൻഡിഡേറ്റ് ഫെയിൽ ടു റിപ്പോർട്ട് ദ അലോട്ടഡ് കോളേജ് വിതിൻ ദ ടൈം, ദ അലോട്ടഡ് സീറ്റ് വിൽ ബി ക്യാൻസൽഡ്. നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടി അല്ലെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടി, നിങ്ങളത് എടുത്തില്ലെങ്കിൽ ആ സീറ്റ് നഷ്ടപ്പെടും, ആ സീറ്റ് മറ്റൊരു കുട്ടിക്ക് പോകും. ആൻഡ് സച്ച് കാൻഡിഡേറ്റ്സ് ഷാൽ നോട്ട് ബി അലൗഡ് ഫോർ എനി ഫർദർ റൗണ്ട്. ഏതെങ്കിലും ഒരു റൗണ്ടിൽ, ആകെ 3 റൗണ്ടേ ഉള്ളൂ, റൗണ്ട് 1, റൗണ്ട് 2, സ്റ്റേ വേക്കൻസി. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പിന്നാലെ പറയാം. ഏത് റൗണ്ടിൽ സീറ്റ് കിട്ടിയാലും എടുത്തിരിക്കണം, എന്നിട്ട് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ കൊടുക്കാം. പക്ഷേ ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടി നിങ്ങളത് എടുത്തില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾ ഫർദർ റൗണ്ടുകളിൽ നിന്നൊക്കെ പുറത്താവും. അതായത് ആകെ 3 റൗണ്ടേ ഉള്ളൂ. റൗണ്ട് 1 ഉണ്ടാവും. റൗണ്ട് 1 ജോയിൻ ചെയ്ത കുട്ടിക്ക് റൗണ്ട് 2 അപ്ഗ്രേഡ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഉള്ളത് സ്ട്രേ വേക്കൻസിയാണ്. ഈ 3 റൗണ്ടുകൾ കൊണ്ട് പ്രോഗ്രാം അവസാനിക്കും. ഇനി റിസർവേഷനൊക്കെ സാധാരണഗതിയിലുള്ളതുപോലെ SC കാൻഡിഡേറ്റിന് 15% സീറ്റ് റിസർവ്ഡ് ആണ്. STക്ക് 7.5%, EWS 10%, OBC 27%, ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് 5%. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ കാൻഡിഡേറ്റ്സ് അലോട്ടഡ് സീറ്റ് ഇൻ ഫസ്റ്റ് റൗണ്ട് ഓഫ് കൗൺസിലിംഗ് ആൻഡ് റിപ്പോർട്ട് ഫോർ അഡ്മിഷൻ വിതിൻ ദ ഷെഡ്യൂൾ ഡേറ്റ് വിൽ ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ അപ്ഗ്രഡേഷൻ. 1ാമത്തെ റൗണ്ടിൽ സീറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ആ സീറ്റിൽ ജോയിൻ ചെയ്യാം, അപ്ഗ്രഡേഷൻ കൊടുക്കാം, അതായത് റീ ചോയ്സ് ഫില്ലിംഗ് ചെയ്യാം സെക്കൻഡ് റൗണ്ടിലേക്ക്. ഓക്കെ, ഇൻ കേസ് ഓഫ് സീറ്റ് അലോട്ടഡ് ഇൻ റൗണ്ട് 2, ദ സീറ്റ് അലോട്ടഡ് ഇൻ റൗണ്ട് 1 വിൽ ക്യാൻസൽ. അതായത് റൗണ്ട് 1 നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാൽ ജോയിൻ ചെയ്യുക, റൗണ്ട് 2 അപ്ഗ്രേഡ് ചെയ്യാം. റൗണ്ട് 1 അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് 1 ഒരു സീറ്റ് കിട്ടി, എടുത്തു, എന്നിട്ട് ജോയിൻ ചെയ്താലേ നിങ്ങൾക്ക് റൗണ്ട് 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ. റൗണ്ട് 2 എടുത്ത സീറ്റ് എടുത്തുകൊണ്ട് റൗണ്ട് 2 അപ്ഗ്രഡേഷൻ കൊടുത്ത് റൗണ്ട് 2 നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയാൽ റൗണ്ട് 1 സീറ്റ് ക്യാൻസൽ ആവും. പിന്നെ റൗണ്ട് 2 സീറ്റേ കയ്യിലുണ്ടാവൂ. പിന്നെ നിങ്ങൾക്ക് പഴയ സീറ്റ് വേണം എന്ന് വിചാരിച്ചാൽ പറ്റൂല. ഇനി ഫോർ എക്സസൈസിങ് റീ ചോയ്സ് ഫില്ലിംഗ് ദ കാൻഡിഡേറ്റ്സ് നീഡ് നോട്ട് ഹൗ ടു പേ ദ രജിസ്ട്രേഷൻ ഫീ. വൺസ് നിങ്ങൾ രജിസ്ട്രേഷൻ ഫീ അടച്ചാൽ മതി. റൗണ്ട് 1 നിങ്ങൾ ഫീ പേ ചെയ്താൽ റൗണ്ട് 2 ഫീ പേ ചെയ്യേണ്ട. നേരെ തിരിച്ച് റൗണ്ട് 1 പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തൊരു കുട്ടി റൗണ്ട് 2 വരുമ്പോൾ അവിടെ ഫീ അടയ്ക്കുകയും വേണം. വൺസ് നിങ്ങൾ ഫീ അടച്ചാൽ മതി. റൗണ്ട് 1 അടച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ട് 2 അടയ്ക്കേണ്ട. റൗണ്ട് 2 രജിസ്റ്റർ ചെയ്തതെങ്കിൽ റൗണ്ട് 2 നിങ്ങൾ ഫീസ് അടച്ചാലേ നിങ്ങളെ പരിഗണിക്കൂ. അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കാത്ത കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ബീൻ അലോട്ടഡ് സീറ്റ് ഇൻ റൗണ്ട് 1 ബട്ട് നോട്ട് റിപ്പോർട്ടഡ് ഫോർ അഡ്മിഷൻ ടു ദ അലോട്ടഡ് കോളേജ് ഷാൽ നോട്ട് ബി അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫർദർ റൗണ്ട്. അതായത് റൗണ്ട് 1 സീറ്റ് കിട്ടിയ കുട്ടി റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെയുള്ള റൗണ്ടുകളിൽ പരിഗണിക്കില്ല. സെയിം അതേപോലെ തന്നെ റൗണ്ട് 2 സീറ്റ് കിട്ടിയിട്ട് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അടുത്ത റൗണ്ടിൽ പരിഗണിക്കില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ നിങ്ങളത് എടുത്തിരിക്കണം, ഇല്ലെങ്കിൽ അടുത്ത റൗണ്ടിൽ പരിഗണിക്കില്ല. ഇനി സ്ട്രേ വേക്കൻസിയുടെ ഡീറ്റെയിൽ നോക്കുക. സ്ട്രേ വേക്കൻസി കൗൺസിലിംഗ് വിൽ ബി കണ്ടക്റ്റഡ് ഫോർ അലോട്ട്മെൻറ്റ് ഓഫ് വേക്കൻറ്റ് സീറ്റ്. അത് നിങ്ങൾക്ക് പിന്നീട് റൗണ്ട് 2 കഴിയുമ്പോൾ സീറ്റ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യും. അതിനുവേണ്ടിയാണ് ഈ സ്ട്രേ വേക്കൻസി നടക്കുക. ഇനി ഈ 2 റൗണ്ടിന് ശേഷം ദർ വിൽ ബി നോ ഫ്രഷ് രജിസ്ട്രേഷൻ ബട്ട് ഓൾ പ്രീവിയസ്ലി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ക്യാൻ പാർട്ടിസിപ്പേറ്റ്. അതായത് ദർ ഇസ് നോ ഫ്രഷ് രജിസ്ട്രേഷൻ എന്നാണ്. അത് ഫ്രഷ് രജിസ്ട്രേഷൻ നിങ്ങൾ എന്തിന് സമ്മതിക്കില്ല? ഈ സ്ട്രേ വേക്കൻസിക്ക് രജിസ്ട്രേഷൻ ഉണ്ടാവില്ല.
ആദ്യ റൗണ്ടിലോ രണ്ടാമത്തെ റൗണ്ടിലോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടിക്ക് മാത്രം, അതായത് സീറ്റ് നിലവിൽ കയ്യിലില്ലാത്ത കുട്ടി എന്നാൽ രജിസ്റ്റേർഡ് ആയിരിക്കണം, അങ്ങനെ മാത്രം. അതായത് സ്ട്രേ വേക്കൻസിക്ക് വേണ്ടി ഒരു രജിസ്ട്രേഷൻ ഉണ്ടാവില്ല. മാത്രമല്ല സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കണമെങ്കിൽ ഒരു ജനറൽ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റ്, EWS കാൻഡിഡേറ്റ് ഒക്കെ 50,000 രൂപ അടയ്ക്കണം. നേരെ തിരിച്ച് SC ST ഫിസിക്കൽ ഡിസബിലിറ്റി കുട്ടികൾ 25,000 രൂപ അടച്ചാൽ മതി. ഈ ഫീസ് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ചു കിട്ടും. കിട്ടിയാൽ ഫീസ് ഇനത്തിൽ വകയിരുത്തുകയോ അല്ലെങ്കിൽ റിട്ടേൺ തരികയോ ചെയ്യും. വൺസ് നിങ്ങൾ സ്ട്രേ വേക്കൻസിയിൽ ഒരു സീറ്റ് അലോട്ടായി എടുക്കാതിരുന്നാൽ ഈ പൈസയും പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇതൊരു ടോക്കൺ ഫീ പോലെയാണ്. അതുപോലെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ അടയ്ക്കുന്ന 50,000 അല്ലെങ്കിൽ 25,000 എത്രയാണോ നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കുന്നത്, അത് നിങ്ങൾ ഏത് അക്കൗണ്ടിൽ നിന്ന് അടച്ചോ ആ സെയിം അക്കൗണ്ടിലേക്കാണ് തിരിച്ചു വരിക. അതുകൊണ്ട് സ്വന്തം അക്കൗണ്ടിൽ നിന്നോ പേരൻസിൻ്റെ അക്കൗണ്ടിൽ നിന്നോ മറ്റോ ഇത് അടയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, സ്ട്രേ വേക്കൻസിയിൽ നിങ്ങൾ അടച്ച ഫീസ് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ട് എടുത്തില്ലെങ്കിൽ ആ പൈസ നഷ്ടപ്പെടും. അപ്പോൾ കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ളത് സ്ട്രേ വേക്കൻസിയിൽ വയ്ക്കാവൂ. ഇനി ഓരോ റൗണ്ടിൻ്റെയും പ്രത്യേകത നോക്കുക. റൗണ്ട് 1 അതിൽ രജിസ്ട്രേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഫീസ്, രജിസ്ട്രേഷനും ഉണ്ട്, ഫീ പേയ്മെൻറ്റും ഉണ്ട്. ഇതിൻ്റെ ഡേറ്റ് ഒക്കെ ഞാൻ എൻഡിൽ കാണിക്കാം. പിന്നെ ചോയ്സ് ഫില്ലിംഗ് ആൻഡ് ലോക്കിംഗ്, ചോയ്സ് ഫില്ല് ചെയ്യാം, ലോക്ക് ചെയ്യാം. അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഡൗൺലോഡ് ദ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലെറ്റർ, റിപ്പോർട്ട് അറ്റ് ദ കോളേജ്. ഇതാണ് പ്രൊസീജിയർ. ദ കാൻഡിഡേറ്റ് ഹു ഹാവ് ബീൻ അലോട്ടഡ് സീറ്റ് ഇൻ റൗണ്ട് 1 ബട്ട് നോട്ട് റിപ്പോർട്ടഡ് ഫോർ അഡ്മിഷൻ ടു ദ അലോട്ടഡ് കോളേജ് ഷാൽ നോട്ട് ബി അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫർദർ റൗണ്ട്. നേരത്തെ പറഞ്ഞു, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. റൗണ്ട് 1 സീറ്റ് കിട്ടിയാൽ നിങ്ങൾ ആ കോളേജിൽ റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്ത് റൗണ്ട് 2 പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ റൗണ്ട് 1 നിന്ന് മാത്രമല്ല ടോട്ടൽ BCAയുടെ കൗൺസിലിംഗിൽ നിന്ന് പുറത്താവും. ഇനി റൗണ്ട് 2 നോക്കുക. രജിസ്ട്രേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഫീസ്. അതാര് ഫീ പേ ചെയ്യണം? ഫ്രഷ് കാൻഡിഡേറ്റ്. റൗണ്ട് 1 രജിസ്റ്റർ ചെയ്യാത്ത കുട്ടി ഇവിടെ ഫീ പേ ചെയ്യണം. ഓൾറെഡി റൗണ്ട് 1 രജിസ്റ്റർ ചെയ്ത് സീറ്റ് കിട്ടിയ കുട്ടിക്കും സീറ്റ് കിട്ടാത്ത കുട്ടിക്കും ഒക്കെ നേരെ ഫീ പേ ചെയ്യേണ്ട. നേരെ റൗണ്ട് 2 വരാം. വേറെ ഫീ അടയ്ക്കേണ്ടതില്ല. ചോയ്സ് ഫില്ല് ചെയ്താൽ മതി. അവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടിയാൽ എടുക്കാം, കോളേജിൽ റിപ്പോർട്ട് ചെയ്യാം. ഇനിയാണ് മൂന്നാമത്തെ റൗണ്ട്, അതായത് സ്ട്രേ വേക്കൻസി. ദ കാൻഡിഡേറ്റ്സ് ഹു ആർ അലോട്ടഡ് സീറ്റ്, അതായത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ നോട്ട് റിപ്പോർട്ടഡ് ആണോ എന്നൊന്നും പ്രശ്നമില്ല, വിൽ നോട്ട് ബി എലിജിബിൾ. റൗണ്ട് 1 റൗണ്ട് 2 സീറ്റ് അലോട്ട് ആയാൽ മതി, ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല. അലോട്ട് ആയാൽ പോലും സ്ട്രേയിൽ പങ്കെടുപ്പിക്കില്ല. അപ്പോൾ ജോയിൻ ചെയ്താൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എന്തായാലും പറ്റൂല. ദെൻ ഇവർക്ക് സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞു, റൗണ്ട് 1 റൗണ്ട് 2 സീറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് മാത്രമാണ് സ്ട്രേ വേക്കൻസിയിൽ വരിക. ഓക്കെ. ദെൻ സ്ട്രേ വേക്കൻസിയുടെ രജിസ്ട്രേഷൻ ഫീ ഞാൻ പറഞ്ഞു, രജിസ്ട്രേഷൻ അല്ല ടോക്കൺ ഫീ പറഞ്ഞു, 50,000 രൂപയാണ്. ജനറൽ OBC EWSന് 25,000 രൂപയാണ് SC ST ഫിസിക്കൽ ഡിസബിലിറ്റിക്ക്. അപ്പോൾ അവരും ഫീ പേ ചെയ്യുക, ചോയ്സ് ഫില്ല് ചെയ്യുക, അലോട്ട്മെൻറ്റ് വന്നാൽ അലോട്ട്മെൻറ്റ് എടുക്കുക. ഈ പൈസ എന്തായാലും റിട്ടേൺ വന്നോളും. നിങ്ങൾ സീറ്റ് നഷ്ടപ്പെടുത്തിയാൽ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഈ പൈസ നഷ്ടപ്പെടും. ഇനി രജിസ്ട്രേഷൻ ഫീ നോക്കുക. ഇനി ഒന്നുകൂടി ഓർക്കുക, നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് vci.admission.nic. ഞാൻ ഈ സൈറ്റ് തുടക്കത്തിൽ ഫസ്റ്റ് ടൈറ്റിൽ തന്നെ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഒരിക്കൽ കൂടി കാണിക്കുന്നു. vci.admission.nic എന്നുള്ള സൈറ്റിലാണ് ചെയ്യേണ്ടത്. രജിസ്ട്രേഷന് വേണ്ടി ഒരു ജനറൽ കാൻഡിഡേറ്റ് അടയ്ക്കേണ്ടത് 1000 രൂപയാണ്. എന്നാൽ EWS OBC ഒക്കെ ആണെങ്കിൽ 900 രൂപ അടച്ചാൽ മതി. SC ST ഫിസിക്കൽ ഡിസബിലിറ്റി ട്രാൻസ്ജെൻഡർ കാറ്റഗറിയൊക്കെ 500 രൂപ അടച്ചാൽ മതി. എന്നാൽ സ്ട്രേ വേക്കൻസിക്ക് ഈ 50,000 EWSഉം OBCയും ഒക്കെ അടയ്ക്കണം, ജനറലും ഒക്കെ. അതായത് SC ST ഫിസിക്കൽ ഡിസബിലിറ്റി ട്രാൻസ്ജെൻഡർ ഒഴികെ അവർക്ക് മാത്രം 25,000 രൂപ. ഫസ്റ്റ് 2 റൗണ്ടുകൾക്ക് ഇതാണ് ഫീ. രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ നീറ്റിന് വേണ്ടി NTA അപ്ലൈ ചെയ്തപ്പോൾ ഉപയോഗിച്ച അതേ ഇമെയിൽ അഡ്രസ്സും അതേ മൊബൈൽ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ സീറ്റ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകൾ, ഒന്ന് അഡ്മിറ്റ് കാർഡ്, നീറ്റിൻ്റെ 2025 നീറ്റ് UGയുടെ അഡ്മിറ്റ് കാർഡ്, അതേപോലെ നീറ്റ് UGയുടെ റാങ്ക് കാർഡ്, ആധാർ കാർഡോ വോട്ടേഴ്സ് ID റേഷൻ കാർഡോ അങ്ങനെ ഒരു ID പ്രൂഫ്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതിൽ പാസ്പോർട്ടോ പാൻ കാർഡ് അങ്ങനെ ഏതെങ്കിലും ഒരു ID പ്രൂഫ് ഉണ്ടാവണം. ദെൻ അത് പ്രൊവൈഡഡ് ഇൻ നീറ്റ് UG ആപ്ലിക്കേഷൻ ഫോം. എന്താണോ നിങ്ങൾ നീറ്റ് UG ആപ്ലിക്കേഷൻ ഫോമിൽ രജിസ്റ്റേർഡ് ID ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതാണ് വേണ്ടത്. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്, അത് 10th സർട്ടിഫിക്കറ്റ് ആവാം അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും, +2ൻ്റെ മാർക്ക് ഷീറ്റ്, +2ൻ്റെ സർട്ടിഫിക്കറ്റ്, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഫ്രം ദ സ്കൂൾ, 6 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 1 പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. ദെൻ ബാക്കി നിങ്ങൾക്ക് ഏതെങ്കിലും റിസർവേഷൻ ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പോൾ EWS ആണെങ്കിൽ EWSൻ്റെ സർട്ടിഫിക്കറ്റ്, OBC NCL ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ താലൂക്കിലേതായിരിക്കണം, വില്ലേജിലേതായിരിക്കരുത്. അതേപോലെ SC ST കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും. ഇതൊക്കെയാണ് ഡോക്യുമെൻ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ കൊണ്ടുപോകേണ്ടത്. ഓൾറെഡി പറഞ്ഞിരുന്നു സീറ്റുകളുടെ എണ്ണം ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അതിൽ ജസ്റ്റ് ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ കേരളത്തിൻ്റേത് മാത്രം പറയുന്നു. കേരളത്തിൽ 2 കോളേജിലായിട്ടാണ് ഇതുള്ളത്. ഒന്ന് തൃശ്ശൂർ വെറ്റിനറി കോളേജും 2 പൂക്കോട് വെറ്റിനറി കോളേജും. ആകെ 19 സീറ്റാണ് തൃശ്ശൂരുള്ളത്, 15 സീറ്റാണ് പൂക്കോടുള്ളത്. അതിൽ അൺറിസർവ്ഡിന് 8 സീറ്റാണ് തൃശ്ശൂർ. നേരെ തിരിച്ച് പൂക്കോട് 5 സീറ്റുണ്ട്.
ഫിസിക്കൽ ഡിസബിലിറ്റിക്ക്, അൺറിസർവ്ഡിലെ ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് ഇവിടെ സീറ്റില്ല, ഇവിടെ ഒരു സീറ്റാണുള്ളത്. അപ്പോൾ ഈ സീറ്റിൻ്റെ ലിസ്റ്റ് നോക്കുക. EWSന് 2 സീറ്റ് 2 കോളേജിലുമായിട്ടുണ്ട്, ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് അവിടെ കൊടുത്തിട്ടില്ല. OBCക്ക് 5 സീറ്റ് തൃശ്ശൂരുണ്ടെങ്കിലും 3 സീറ്റാണ് പൂക്കോടുള്ളത്. അതിന് ഡിസബിലിറ്റിക്ക് പൂക്കോട് മാത്രമേ ഒരു സീറ്റുണ്ട്. അതേപോലെ തന്നെ SC കാൻഡിഡേറ്റിന് 2 സീറ്റ് വീതമാണ് 2 ക്യാമ്പസിലുമുള്ളത്. ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് 1 സീറ്റ് തൃശ്ശൂരുണ്ട്, പൂക്കോടില്ല. STക്ക് ഓരോ സീറ്റ് വീതമാണ്, അതിന് ഡിസബിലിറ്റിക്ക് സെപ്പറേറ്റ് സീറ്റ് പറഞ്ഞിട്ടില്ല. ഇതുപോലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഫീസിൻ്റെ ഡീറ്റെയിൽ സീറ്റിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് സീറ്റ് മാട്രിക്സ് സെപ്പറേറ്റ് ഒരു PDF ആയിട്ട് തന്നെ സൈറ്റിലുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്താൽ സീറ്റ് മനസ്സിലാവും. ഇനി പ്രധാനമായിട്ട് ഇതിൻ്റെ ഷെഡ്യൂൾ നോക്കുക. റൗണ്ട് 1ൻ്റെ ഷെഡ്യൂൾ. റൗണ്ട് 1 ഒക്ടോബർ 8-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു. ഒക്ടോബർ 13-ാം തീയതി വരെ 6 ദിവസത്തോളം നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റിനും രജിസ്ട്രേഷനും സമയമുണ്ടാവും. എന്നാൽ ചോയ്സ് ഫില്ല് ചെയ്യാനും ചോയ്സ് ലോക്ക് ചെയ്യാനും ഒക്കെ ഒക്ടോബർ 9 തുടങ്ങി ഒക്ടോബർ 13 വരെ 5 ദിവസമാണ്. ഫസ്റ്റ് ഡേ 8-ാം തീയതി രജിസ്ട്രേഷൻ മാത്രമാണ്, അതായത് ഫീ പേയ്മെൻറ്റും രജിസ്ട്രേഷനും മാത്രം. ചോയ്സ് ഫില്ലിംഗ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ന് വരെ ചെയ്യാം? 9 തുടങ്ങി 13 വരെ ചെയ്യാം. അപ്പോൾ 9-ാം തീയതി തുടങ്ങുകയാണ് ബെറ്റർ. ദെൻ സീറ്റ് അലോട്ട്മെൻറ്റ് 14-ാം തീയതി നടക്കും. അതിൻ്റെ റിസൾട്ട് 15-ാം തീയതി വരും. റിപ്പോർട്ട് ചെയ്യേണ്ടത് 15-ാം തീയതി തുടങ്ങി 21 വരെയുള്ള 7 ദിവസത്തിനുള്ളിലാണ് നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. റൗണ്ട് 2-ൻ്റേത് ഒക്ടോബർ 22-ാം തീയതി രജിസ്ട്രേഷൻ തുടങ്ങും. 23-ാം തീയതി വരെ 2 ദിവസമാണ് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റും രജിസ്ട്രേഷനും സമയം ഉണ്ടാവുക. എന്നാൽ ചോയ്സ് ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് 2 ദിവസം ഉണ്ടാവും. 22-ാം തീയതി തുടങ്ങി 23-ാം തീയതി വരെ അതേ സമയം തന്നെ ഉണ്ടാവും. സീറ്റ് അലോട്ട്മെൻറ്റ് 24-ാം തീയതി നടക്കും. റിസൾട്ട് 25-ാം തീയതി വരും. 25 തുടങ്ങി 30 വരെയുള്ള 6 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം. സ്ട്രേ റൗണ്ട് ഒക്ടോബർ 31 തുടങ്ങി നവംബർ 3 വരെയുള്ള 4 ദിവസത്തേക്കാണ് രജിസ്ട്രേഷൻ. ചോയ്സ് ഫില്ലിങ് 31 തുടങ്ങി 3 വരെയുള്ള അതേ 4 ദിവസം തന്നെ നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിങ്ങിന് സമയം ഉണ്ടാവും. നവംബർ 4-ാം തീയതി സീറ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കും. 5-ാം തീയതി റിസൾട്ട് വരും. നവംബർ 5 തുടങ്ങി നവംബർ 10 വരെയുള്ള 6 ദിവസമാണ് നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് VCAയുടെ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നിലവിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. ഇതിൽ മറ്റെന്തെങ്കിലും ഡേറ്റിലെ ചേഞ്ചുകളൊക്കെ വരികയാണെങ്കിൽ, എക്സ്റ്റൻഷനൊക്കെ വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.